ഇന്നത്തെ റെസിപ്പി പാലക്കാട് സ്പെഷ്യൽ പപ്പട പുളിക്കറി. നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ കഴിഞ്ഞാലൊക്കെ പപ്പടം ധാരാളം ബാക്കി വരും, ചിലപ്പോൾ അത് തണുത്തു പോവും. അങ്ങനെ വരുന്ന അവസരങ്ങളിലൊക്കെ ഇതുപോലൊരു കറി വെക്കാം കേട്ടോ, നമുക്ക് പപ്പടം കളയാതെ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഇത്രയും അളവിന് നമുക്ക് ഒരു 5 മുതൽ 7 പപ്പടം വരെ എടുക്കാം. ഞാനിവിടെ 7 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 2-3 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള കറി ഉണ്ടാവും. പപ്പടം ഞാനിതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, കുഴപ്പമില്ല. നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് നന്നായി വറുത്തു കോരിയെടുക്കാം. ഇത് ഇങ്ങനെ തന്നെ ചെയ്യുന്നതിന് പകരം ഒന്നൊന്നായി പപ്പടം വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കാം, അങ്ങനെയും ചെയ്യാം. പപ്പടത്തിന്റെ കഷ്ണങ്ങളെല്ലാം ഞാനിവിടെ ബാച്ച് ആയിട്ട് ചേർത്ത് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. പപ്പടം കാച്ചിയെടുത്ത അതേ എണ്ണ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇതിന് പകരം എള്ളെണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി കൊത്തിയരിഞ്ഞത് 1 ടീസ്പൂൺ, 4-5 പച്ചമുളക് അധികം സ്പൈസി അല്ലാത്തത്, ചെറിയുള്ളി 1/2 കപ്പ് കട്ട് ചെയ്തത്, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളി നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവണം, പച്ചമുളകിന്റെ ആ സ്കിൻ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം, അത്രയും നേരം വഴറ്റി കൊടുക്കണം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, പപ്പടത്തിൽ നല്ലോണം ഉപ്പുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ ഒരു 3-4 വറ്റൽമുളക് പൊട്ടിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വഴറ്റുന്നത് കണ്ടിന്യൂ ചെയ്യാം. ഇതായപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. പച്ചമുളകിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, അതില്ലെങ്കിൽ മാത്രം എരിവുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതിന്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതായിപ്പോൾ മസാലപ്പൊടികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തതാണ്. തക്കാളി ചേർക്കാം, വഴറ്റി കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് ഒരു അല്പം വെള്ളം ചേർത്ത് ഒരു തവി വെള്ളം മാത്രം ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇതായപ്പോൾ അടപ്പ് തുറന്നിട്ടുണ്ട്. തക്കാളി വെന്തിട്ടുണ്ട്. ഉടച്ച് കളയണ്ട കേട്ടോ, മഷിയാക്കി കളയണ്ട. തക്കാളി ഇതേപോലെ ആയി കിട്ടിയാൽ മതി. ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പുളിവെള്ളമാണ്. ഒരു മീഡിയം സൈസ് നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1 കപ്പ് ചൂടുവെള്ളത്തിൽ ചേർത്തിരിക്കുന്നതാണ് ഈ പുളിവെള്ളം. കൂടെ തന്നെ 1 ടീസ്പൂൺ വെല്ലം, ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. അധികം ആവണ്ട, മധുരം എടുത്തു നിൽക്കുന്ന ഒരു കറിയല്ല ഇത്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യാം. പുളി ഒന്ന് തിളച്ച് അതിന്റെ പച്ചപ്പ് ഒന്ന് പോകുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് മാത്രം മതി. ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1.5 കപ്പ് കഞ്ഞിവെള്ളമാണ്. ഇത് നമ്മൾ ചേർക്കുന്നത് കറിയുടെ അളവ് കൂട്ടാനും അതിന്റെ ഒരു തിക്നെസ് കൂട്ടാനും വേണ്ടിയിട്ടാണ്. ചേർത്തിട്ട് ഒന്ന് ബോയിൽ ആവാൻ വേണ്ടി, ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഗ്രേവിയിലേക്ക് വേണ്ടി ഒരല്പം കൂടെ ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കറി തിളച്ച് എണ്ണയൊന്ന് തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പപ്പടം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പേടിക്കേണ്ട, പപ്പടം അതിൽ കിടന്ന് അങ്ങ് ഉടഞ്ഞ് കലങ്ങി പോവുന്നില്ല. അത് ലെയറായിട്ട് തന്നെ കിടക്കും. നമ്മൾ എങ്ങനെയാണോ മുറിച്ചത് അതുപോലെ തന്നെ കിടക്കും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് വെച്ച് നോക്കണം. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ, അധികം എരിവില്ലാത്ത, അതും ഈ ഗ്രേവിയിൽ കിടന്ന് ഗ്രേവി അബ്സോർബ് ചെയ്ത് അതും നമുക്ക് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ ഇടും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.